രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് വാദം കേൾക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ സംഭവങ്ങൾ. പൂനെ MP പ്രത്യേക കോടതിയിൽ പ്രധാന തെളിവായി സമർപ്പിച്ച CD ശൂന്യമായി കണ്ടെത്തി. യൂട്യൂബിൽ നിന്നും നേരിട്ട് പ്രസംഗം കേൾക്കാമെന്ന ഹർജിക്കാരന്റെ അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത്. എന്താണ് സംഭവിച്ചത്? ഇത് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു തെളിവാണല്ലോ. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെയാണോ അദ്ദേഹം ഈ തെളിവായിട്ട് ഇത് സമർപ്പിച്ചത്? ക്രിസ്റ്റീന, പ്രവിത, ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഏതാണ്ട് ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും അതിലൊരു തെളിവായി സമർപ്പിക്കുകയും ചെയ്ത ഒരു CD അതാണ് ശൂന്യമായി കണ്ടെത്തിയത്. ഈ വാദം കേൾക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ അതിൽ സവർക്കറിനെ അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ് ആ പ്രസംഗം എന്ന് ആരോപിച്ചുകൊണ്ടാണ് സവർക്കറിന്റെ കൊച്ചുമകൻ ഈ വിഷയത്തിൽ പൂനെയിലെ MP MLA പ്രത്യേക കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ നാടകീയ സംഭവങ്ങൾ ഈ കോടതിയിൽ ഉണ്ടായത്. ഇതിന് പ്രധാന തെളിവായി സമർപ്പിച്ച ഈ CD കോടതി പരിശോധിക്കുകയായിരുന്നു. അത് കോടതി പ്ലേ ചെയ്തപ്പോൾ അതിൽ യാതൊരു ഡാറ്റയും ഇല്ല, ശൂന്യമായ ഒരു CD ആണ് തെളിവായി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. തുടർന്ന് എന്താണ് ഇത് എന്ന് കോടതി ആരായുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഹർജിക്കാരന്റെ അഭിഭാഷകൻ താൻ നേരത്തെ ഇത് പരിശോധിച്ച് അതിൽ ഈ വീഡിയോ ഉണ്ട് എന്നും അതുകൊണ്ടാണ് ഈ കേസ് പോലും ഫയൽ ചെയ്തത് എന്നും അറിയിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.